അതിർത്തിയിലെ സംഘർഷത്തിൽ വ്യാജ പ്രചാരണങ്ങൾ ഏറ്റുപിടിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിലാണ് ഭാരതത്തിനെതിരെ ഷഹബാസ് ഷെരീഫ് വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വൻ തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമമാണ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്നാണ് റിപ്പോർട്ടുകൾ. फौजी अड्डे, असलहे के अंबार और एयर बेसेस देखते ही देखते सब खंडरात बन गए. उनके राफेल हमारे शाहीनों के निशाने पर आए और अल्लाह के फजल से फेल हो. വിവരങ്ങളുമായി ഐസൻ, ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതു മുതൽ തന്നെ പാകിസ്ഥാൻ ഏറ്റുവാങ്ങുന്ന കനത്ത തിരിച്ചടികൾ അവർ അത് പാക് ജനതയിൽ നിന്ന് എത്ര വിദഗ്ധമായാണ് മറച്ചുവെക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വീഡിയോ ഗെയിമിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള കൃത്രിമ വീഡിയോകൾ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലാകെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാണ് തടി തപ്പുന്നതും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പോലും അവരുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യാജ പ്രചരണങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഏറെ ദയനീയമായ അവസ്ഥ. തീർച്ചയായും രോഹിണി, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ നേരിൽ കേട്ടതാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, അതായത് ഭാരതത്തിൻ്റെ റഫേൽ വിമാനങ്ങൾ അവരുടെ സൈനിക ശേഷിയുടെ മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ നിഴൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ തകർന്നു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എയർബേസുകൾ തകർത്തു, എയർബേസുകളെല്ലാം തന്നെ നാമാവശേഷമായി എന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യാജ പ്രചരണങ്ങളുടെ കേന്ദ്രം പാകിസ്ഥാൻ്റെ സർക്കാർ തന്നെയായിരുന്നു എന്നാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല ഷാഡോ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എല്ലാം തന്നെ ഒരു പരിധി വരെ അത് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ എടുക്കാനുള്ളൊരു സാധ്യതയില്ല എങ്കിൽ കൂടി ഇന്ന് രാജ്യത്തോടായി അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഷഹബാസ് ഷെരീഫ് വളരെ കൃത്യമായി പറയുന്നത് ഈ സംഭവം തന്നെയാണ്. അതായത് തെറ്റായ കുറേ വാർത്തകളുടെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളെയാണ് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അത് തെറ്റായൊരു വാർത്തയാണെന്ന് ഒറ്റ തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അത്തരത്തിൽ തെറ്റായ വാർത്തകൾ സ്വന്തം ജനതയോട് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുക നമുക്കറിയാവുന്നതാണ്. ഇത് തുടങ്ങിയ അവസരത്തിൽ സിന്ദൂർ നടപടികൾ ഓപ്പറേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ തകർന്നു വീണ, പണ്ട് ഏതാണ്ട് ഒരു 8-9 മാസം മുമ്പ് തകർന്നു വീണ ഒരു മിഗ് വിമാനത്തിൻ്റെ ചിത്രം പങ്കുവെച്ച് ഇത് റഫേൽ വിമാനം പാകിസ്ഥാൻ സേന വെടിവെച്ചിട്ടതാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് അങ്ങോട്ട് വ്യാപകമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള മിലിറ്ററി അസറ്റിനെ തകർത്തു എന്ന തെറ്റായ ഒരു പ്രചരണം നടത്തുക, അതുപോലെ തന്നെ മസ്ജിദുകൾ ആക്രമിച്ചു ഭാരതം എന്ന ഒരു തെറ്റായ പ്രചരണം നടത്തുക, അതുപോലെ ഇത്തരത്തിൽ ആരാധനാലയങ്ങളെയും സ്കൂളുകളെയും അതുപോലെ കുട്ടികളെയും ലക്ഷ്യം വയ്ക്കുന്നു ഭാരതത്തിൻ്റെ സേന എന്ന് പരസ്യമായി പറയുകയും അത് അത്തരത്തിലുള്ള പ്രചരണം നടത്തുകയും ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സ്കൂളിലാണ് അവരുടെ ഷെല്ല് വീഴുകയും 2 കുട്ടികൾ മരിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥ വശങ്ങളെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നൊരു നീക്കം നടത്തുക. ഭാരതത്തിൻ്റെ സൈന്യം തന്നെ ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ പോലും ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഭാരതത്തിൻ്റെ സേന വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. തങ്ങൾ വൻ വിജയം നേടിയെന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളെ തന്നെ, അതായത് പാകിസ്ഥാൻ ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. അത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രാജ്യത്തോട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കും അവസരം കാത്തിരിക്കുന്നു പാകിസ്ഥാൻ എന്നതാണ് ഏറെ ദയനീയമായ ഒരവസ്ഥ. ശരി ഐസൻ, എന്തായാലും ഏറ്റുവാങ്ങിയ കനത്ത തിരിച്ചടി മറയ്ക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൽ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.